നമ്മളിപ്പോൾ നെട്ടപ്രാണം പൊക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണ്? അതെ, അവിടെ ഒരു ഇനാഗ്രേഷൻ ഉണ്ട്. എല്ലാം പോയാ മതി. ഓൾറെഡി നല്ല ലേറ്റ് ആയതുകൊണ്ട് ഇവൻ പറഞ്ഞിട്ടാണ് വണ്ടി രാവിലെ അല്ല ഇവിടുത്തെ ഇനാഗ്രേഷൻ. അതല്ല ഒരു ഹൈലൈറ്റ്. രാവിലെ ആയാൽ മതിയായിരുന്നു. രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു. രാവിലെ ഞാൻ പള്ളിയിൽ പോകുന്നത് വരെ വെയിലുണ്ടായിരുന്നു. അതിന് ശേഷം തീർന്നു. ഭയങ്കര മഴയാണ് ഇവിടെ. വഴിയൊക്കെ ബ്ലോക്ക് ആയിട്ട്, പിന്നെ റോഡൊന്നും കാണാനില്ല. റോഡിനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ റോഡ് ഞാൻ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് അലമ്പാക്കണമെന്ന് ഓന്റെ നേച്ചറാണ്. അത് അവന്റെ ബ്ലഡിലുള്ളതാണ്. പോവില്ല, അതങ്ങനെ തന്നെയാണ്. പല അടികളും നമ്മൾ ഇതുപോലെ പബ്ലിക് ആക്കാത്ത അവർക്ക് അങ്ങനെയല്ലേ പറയുള്ളൂ. നീ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. അതെ അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതേ നാണയത്തിൽ എന്നാ പിന്നെ അത് ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് മോനെ നിയാസേ? മൂന്നാള് ഒരു മുണ്ടുന്നില്ലാലോ. റോഡ് തലയിരിച്ചിട്ടല്ലോ. ഓ എന്നാ പിടിക്ക്. എന്നാ നീ തന്നെ പറഞ്ഞോ. ഇവന്റെ മോന്ത ആ ടീഷർട്ടിൽ ആരെന്ന് കാണിച്ചു ലോറിന്റെ ഇടയിലെ പോ നോക്ക്. എടാ ടീഷർട്ടിലെ ഇതിന്റെ പേരാണ് ചക്കക്കുരു. ഇത് ചക്കക്കുരു അല്ല. ചക്കന്റെ കുരു ടേസ്റ്റ് നോക്കിട്ട് ഓനിക്ക് അത് ഏത് ചക്കാന്നെല്ലാം പറയാൻ പറയാം. ഭയങ്കര കഴിവാണ്. കഴിവേറി ചിലയിടത്ത് ചേരം, ചിലയിടത്ത് പുക, ചിലയിടത്ത് മഴ. അതെ മഴ. എന്തിനാടി പൂങ്കോടിയേ നീ കരയണത്? അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. സീതാങ്കൊള്ളിയിലുള്ള ലേഡി ലഷ് ബ്യൂട്ടി സലൂണിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇനാഗ്രേഷന് അവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഓണേഴ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സും പിന്നെ അവരുടെ ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല വെൽക്കമിങ് ആണ് കിട്ടിയിരുന്നത്. ഇവിടെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സലൂണിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊമോഷന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അറിഞ്ഞത് ഇവരെല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, നമ്മുടെ ഭയങ്കര വലിയ ഫാൻസാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം അത് കേട്ടപ്പോൾ. അങ്ങനെ ഫൈനലി നമ്മുടെ ക്യാമറമാൻ നിയാസിൻ്റെ ഫ്രണ്ടാണ്, അദ്ദേഹം അവിടെ എത്തി. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, രാവിലെ അല്ല ഇനാഗ്രേഷൻ, വൈകുന്നേരമാണ് ഇനാഗ്രേഷൻ ഉണ്ടായത്. സോ ഉച്ചയ്ക്ക് നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയതും. അതുകൊണ്ട് വിശക്കുന്നു അല്ലെങ്കിൽ വേഗം വീട്ടിലെത്തണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. വളരെ കാമായിട്ട് അവിടുത്തെ ഫോട്ടോ സെഷനും കാര്യങ്ങളും പിന്നെ അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് സമയമെടുത്ത് ഒക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം ഒന്നും ഞാൻ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ സോളോ ഫോട്ടോസും അതേപോലെ ഞാനും നിയാസും നിൽക്കുന്ന കുറച്ച് ഫോട്ടോസും മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ എനിക്ക് തോന്നുന്നു ബാക്കി ഫോട്ടോസ് മേ ബി ലേഡി ലഷിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ മിറർ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. കളർ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇനാഗ്രേഷൻ വന്നത്. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു.
ഇതൊരു ലേഡീസ് ഓൺലി സലൂണാണ് കേട്ടോ. മാത്രമല്ല അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം ലെവലിലാണ്. സോ സീതാങ്കുള്ളിയിലുള്ള എല്ലാ ലേഡീസിനും വിതൗട്ട് എനി ഡൗട്ട് പോയി വിസിറ്റ് ചെയ്യാനും സർവീസസ് എടുക്കാനും പറ്റുന്ന ഒരു സലൂണായിരിക്കും എന്നുള്ളതിൽ എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും. കാരണം അവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. റൂംസ് ആണെന്നുണ്ടെങ്കിലും സ്പാ റൂംസ് ആണെങ്കിലും അതേപോലെ പെഡിക്യൂർ മാനിക്യൂർ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ പ്രീമിയം ലെവലിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ എത്തിയത് തൊട്ട് ഇനാഗുറേഷൻ, അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അതേപോലെ ഫോട്ടോഷൂട്ട് ആൻഡ് ചായ കുടിക്കൽ, ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 1 hour നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇവിടുത്തെ സർവീസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലേഡീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസസും അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രാ ഫേഷ്യൽ, നെയിൽ ആർട്ട്, പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, കെരാറ്റിൻ, ബോട്ടോക്സ്, സ്ട്രെയിറ്റനിങ്, ഹെയർ കളറിങ്, അങ്ങനെ എല്ലാ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല കേട്ടോ, ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കല്യാണ പെണ്ണിന് വേണ്ട ബ്രൈഡൽ മേക്ക് ഓവറും ഇവിടെ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സലൂൺ വരുന്നത് സീതാങ്കുള്ളിയിൽ ടൗണിൽ തന്നെയാണ്. ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനിൽ തന്നെയാണ് ഈ ഒരു സലൂൺ വരുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ വീഡിയോ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സോളോ പിക്സ് എടുക്കുന്ന തത്രപ്പാട്ടിലായിരുന്നു. എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത് നിയാസാണ്. ഈ ഒരു കോസ്റ്റ്യൂമിൽ ഞാൻ ഫോട്ടോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഈ കോസ്റ്റ്യൂം എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ബൊട്ടിക്ക് കൊളാബ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ പോവാൻ നേരത്ത് അവിടെ വന്ന ഗസ്റ്റിന് നമ്മളെ കൊണ്ട് കുറച്ച് ഗിഫ്റ്റ്സ് കൊടുപ്പിക്കുകയുണ്ടായി. അവർക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും കിട്ടി കുറച്ച് ഗിഫ്റ്റ്സ്, കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ അതേപോലെ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സും ഒക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവിടെയുള്ള ആൾക്കാരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വ്ളോഗ്. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്.